ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. വന്നിട്ടുള്ളത് റിപ്പോർട്ട് സ്പീച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സർ, എന്താണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്കറിയോ, ഞാൻ ഒരാളോട് പറഞ്ഞത് അയാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയാ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അല്ലേ, ഇത് എന്റെ പേനയാണ് എന്ന് ഞാൻ പറഞ്ഞ സാധനം ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ അവൻ പറയാട്ടോ, ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് അയാളുടെ പേനയായിരുന്നു എന്നല്ലേ. അപ്പൊ ഇത് എന്ന് പറഞ്ഞ സാധനം അയാൾ റിപ്പോർട്ട് ചെയ്തപ്പോ എന്തായി പറ, അത് എന്നായി മാറി. സോ അങ്ങനെ കുറെ കോമൺ ചേഞ്ചസ് എന്തിലുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ചിലുണ്ട്. സോ ആ റിപ്പോർട്ട് സ്പീച്ചിലുള്ള കോമൺ ചേഞ്ച് ആണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് എന്ന് പറഞ്ഞ സാധനം എന്തായി മാറും പറ, അത് ദിസ് ദാറ്റ് ആകും. അപ്പൊ ഇവകൾ എന്ന് പറഞ്ഞാലോ അവകൾ എന്നാവും. ഇവിടെ എന്ന് പറഞ്ഞതോ അവിടെ എന്നാവും. ഹിയർ എന്താകും പറ, ദേർ. അപ്പൊ ഹിയർ ആഫ്റ്റർ എന്താകും പറ, ദേർ ആഫ്റ്റർ. ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അടുത്ത് ടുഡേ എന്ന് പറഞ്ഞ സാധനം എന്തായി മാറും പറ, ദാറ്റ് ഡേ. ടുഡേ എന്തായി മാറും, ദാറ്റ് ഡേ. അപ്പൊ ടു നൈറ്റ് എന്ന് പറഞ്ഞ സാധനം ദാറ്റ് നൈറ്റ് എന്നായി മാറും. എന്താ പറയാ, ദാറ്റ് നൈറ്റ്. ടുമോറോ എന്നുള്ള പറഞ്ഞതും ടുമോറോ പറ, ദ നെക്സ്റ്റ് ഡേ. അപ്പൊ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാലോ പറ, ദ പ്രീവിയസ് ഡേ. എന്താ പറയാ, ദ പ്രീവിയസ് ഡേ. നൗ എന്ന് പറഞ്ഞാലോ ദെൻ. നൗ എന്ന് പറഞ്ഞാൽ പറ, ദെൻ. എഗോ എന്ന് പറഞ്ഞാലോ പറ, ബിഫോർ. ഈ ഒരു ചേഞ്ച് ജസ്റ്റ് ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. റെഡിയാണോ? റെഡിയാണോ? ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് റെഡിയാണോ? ക്ലിയർ? ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 4 ടൈപ്പ് സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് നമ്മൾ സാധാരണ ഒരു സെന്റൻസ്, അതിന് പറയുന്ന പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. എന്തെന്ന് പറയാ, ഡിക്ലറേറ്റീവ് സെന്റൻസ്. എക്സാമ്പിൾ, ഐ റൈറ്റ് ലെറ്റർ, അല്ലെങ്കിൽ ഐ ലൈക്ക് സ്വീറ്റ്സ്. എന്താ പറഞ്ഞ പറ, ഐ ലൈക്ക് സ്വീറ്റ്സ്. ഇതൊരു ചോദ്യമൊന്നും അല്ലല്ലോ, സാധാരണ ഒരു സെന്റൻസ് അല്ലേ, അല്ലേ? അപ്പൊ നോക്കൂ, രാജു സെഡ്, രാജു പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോട്ടാ, രാജു സെഡ്, രാജു പറഞ്ഞു. എന്താ പറഞ്ഞത് പറ, ഐ ലൈക്ക് സ്വീറ്റ്സ്. എനിക്ക് എന്താണ് പറ, സ്വീറ്റ്സ് ഇഷ്ടമാണ് എന്ന്. ഇത് രാജു പറഞ്ഞത് ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നാ പറയാ, സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് ആട്ടോ. അപ്പൊ രാജു പറഞ്ഞത് എന്താണ്, ഐ ലൈക്ക് സ്വീറ്റ്സ് എന്നാ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. നോക്കിക്കോളൂ നിങ്ങൾ, ഡിക്ലറേറ്റീവ് സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾ ദാറ്റ് എന്ന് പറയുന്ന കൺജങ്ഷൻ എന്ത് ചെയ്യണം, ഓർക്കണം. എന്താണ് ദാറ്റ്, എന്താണ് പറ, ദാറ്റ് കേട്ടോ, മറക്കരുത്, ദാറ്റ് ഓർക്കണം. അപ്പൊ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. രാജു, നോക്കൂ, രാജു സെഡ്, രാജു സെഡ് ദാറ്റ്, അല്ലെ? രാജു സെഡ് ദാറ്റ്. ഈ രാജു അല്ലേ, അപ്പൊ ഐ എന്ന് പറഞ്ഞ സാധനം രാജു എന്ന് പറയുന്ന ആണല്ലേ, അല്ലെ? അപ്പൊ ഐ എന്തായി പറ, അവനല്ലേ. അപ്പൊ ഐ എന്തായി മാറും പറ, ഹി എന്നായി മാറും. ഐ എന്തായി മാറും പറ, ഹി. അതുവരെ ഞാൻ പഠിപ്പിച്ചു, അതിന് അങ്ങേപ്പുറത്ത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. സാർ, ഇനിയുള്ള ചേഞ്ച് എന്താണ്, അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ബിഫോർ ദാറ്റ് ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾ കണ്ടില്ല, ആം, ഈസ്, ആറ് എന്ന് അതിൽ കണ്ടാൽ നിങ്ങൾ എന്താക്കണം എന്നറിയോ, അത് വാസ് വേറ് എന്നാക്കണം. വളരെ സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. എന്താക്കണം പറ, വാസ് വേറ്. ഈ ആം, ഈസ്, ആറ് പറഞ്ഞ V1 ആട്ടോ. അതിന്റെ V2 എന്ന് പറയുന്നത് അതിന് പാസ്റ്റ് ആണെന്ന്, വാസ് വേറ്. അതിന്റെ V3 ആണ്. ഇതൊക്കെ ബി ഫാമിലിയിൽ പെട്ടതാണ്. ഏത് ഫാമിലിയാണ്? ബി ഫാമിലി. ബി ഫാമിലിന്റെ V1 ആണ് ആം, ഈസ്, ആറ്. അതിന്റെ പാസ്റ്റ് ആണ് വാസ് വേറ്. അതിന്റെ V3 എന്ന് പറയുന്ന സാധനമാണ് ബീന്. എന്താണ് പറ, ബീന്. അങ്ങനെ ഈ വാസ് വേറ് എന്ന് കണ്ടാൽ വെറും ബീന് എന്ന് എഴുതരുത്. എങ്ങനെ എഴുതണം എന്നറിയോ, ആ ബീനിന്റെ മുന്നിൽ ഒരു ഹാഡ് ചേർത്ത് കൊടുക്കുക, അപ്പൊ ഹാഡ് ബീൻ എന്നാകും. ക്ലിയർ? ഒന്നുകൂടെ നോക്കിക്കോളൂ. ഡു ഡസ്, ഇത് എന്ത് ഫാമിലിയിൽ പെട്ടതാണ്? ഡു ഫാമിലിയിൽ പെട്ടതാണ്. അങ്ങനെ ഡു ഡസ് എന്ന് കണ്ടാൽ എന്റെ കുട്ടികൾ എന്താക്കണം പറ, ഡിഡ് എന്നാക്കണം. എന്താക്കണം പറ, ഡിഡ്. ചിലപ്പോ ഡു ഡസ് എന്ന് കാണൂല. കാര്യം എന്താണ്, ഇപ്പൊ റൈറ്റിന്റെ ഉള്ളിൽ എന്തുണ്ട് പറ, ഡൂ എന്നുണ്ട്, കാണുന്നില്ലല്ലോ. അതുപോലെ തന്നെ റൈറ്റ്സിന്റെ ഉള്ളിൽ എന്തുണ്ടാവും പറ, ഡസ് ഉണ്ടാകും, കാണുന്നില്ല. പക്ഷെ നമുക്ക് ഡൂ ഡസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഡൂ ഡസ് എന്താക്കണം പറ, ഡിഡ് എന്നാക്കണം. അപ്പൊ റൈറ്റ്സ് എന്നാണെങ്കിൽ എന്താക്കണം പറ, റോട്ട് എന്നാക്കണം എന്ന്. ക്ലിയർ? സാർ, അപ്പൊ ഡിഡ് എന്ന് കണ്ടാലോ, ഡിഡ് എന്ന് കണ്ടാൽ ഈ ഡിഡിന്റെ V3 ആണ് പറ, ഡൺ. അതുപോലെ റോട്ടിന്റെ V3 എന്നാണ്, റൈറ്റിന്റെ V3 തന്നെ റിട്ടൺ. ഇങ്ങനെ വെറും ഡൺ എന്ന് എഴുതാൻ പറ്റൂല. എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞ പറ, ഹാഡ് ഡണ്ണോ അല്ലെങ്കിൽ പറ ഹാഡ് റിട്ടണ്ണോ എഴുതണം എന്ന്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കോളൂ, ഹാവ്, ഹാസ് എന്ന് കണ്ടാൽ ഏത് ഫാമിലിയിൽ പെട്ടതാണ് പറ, ഹാവ് ഫാമിലിയിൽ പെട്ടതാട്ടോ. ഹാവ്, ഹാസ് എന്ന് കണ്ടാൽ അതിന്റെ കുട്ടികൾ എന്താക്കണം പറ, ഹാഡ് എന്നാക്കി മാറ്റണം. ഇനി ഹാഡ് എന്ന് കണ്ടാലോ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ചെയ്യേണ്ട, എന്താക്കി പറയുക, ഹാഡ് എന്നാക്കിയാൽ മതി. ശരിക്കും ഹാഡിന്റെ ശേഷം പിന്നെന്ത് വേണം പറ, ഹാഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഐ ഹാഡ് കോഫി എന്ന് പറഞ്ഞാൽ ഹി ഹാഡ് കോഫി എന്നാണ് റിപ്പോർട്ട് ചെയ്യല്. ശ്രദ്ധിക്കുക. അപ്പൊ ഹാഡിന്റെ V3 എന്ത് തന്നെയാണ് പറ, ഹാഡിന്റെ V3 ആണ് എന്ത് പറ, ഹാഡ് തന്നെയാണ്. കണ്ട,
ഒക്കെ V3 എന്താണ് പറ ഹാഡ് തന്നെയാണ്. അതിന്റെ മുന്നിൽ എന്ത് വെക്കണം പറ ഒരു ഹാഡ് വെക്കണം. അതാണ് ഇതിന് നിബന്ധന എന്ന് പറയുന്നത്. ക്ലിയർ? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുക. ആമീസാർ കണ്ടാൽ വാസുവേർ, വാസുവേർ കണ്ടാൽ ബീനാണ്. എന്ത് ബീനാണ്? ഹാഡ് ബീൻ. ഡൂഡസ് കണ്ടാൽ ഡിഡ്, ഡിഡ് എന്നാൽ പറ ഡൺ. എങ്ങനെ ഡണ്ണാണ്? ഹാഡ് ഡൺ. അതായത് റൈറ്റ് റോട്ട് എന്ന് കണ്ടാൽ അല്ലെ റൈറ്റ് എന്താക്കണം? റോട്ട് ആക്കണം. റോട്ട് എന്താകും പറ ഹാഡ് റിട്ടൺ ആകും. ക്ലിയർ അല്ലേ? ഹാവ് ഹാസ് കണ്ടാൽ എന്താക്കണം പറ ഹാഡ്, ഹാഡ് കണ്ടാൽ എന്താക്കണം പറ ഹാഡ് ഹാഡ് എന്നായി കൊടുക്കുക, അല്ലെങ്കിൽ ഹാഡ് എന്ന് മാത്രം വെച്ചാൽ മതി കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങൾ. ഇനി നോക്കിക്കോ. അപ്പൊ പറ രാജു സെഡ് ദാറ്റ് ഐ ലൈക്ക് അല്ല, ഐ എന്താക്കി ഹി ആയി. ഈ ലൈക്കിന്റെ ഉള്ളിൽ എന്തുണ്ട് പറ റൈറ്റിന്റെ ഉള്ളിൽ ഡു ഉണ്ടാവൂലേ? അപ്പൊ ഡു എന്താക്കണം? ഡിഡ് ആക്കണം. അപ്പൊ ലൈക്കിന്റെ V2 എന്താണ് പറ ലൈക്ക്ഡ്. അപ്പൊ എങ്ങനെ പറയാ? ഹി ലൈക്ക്ഡ് സ്വീറ്റ്സ്. എങ്ങനെ പറയാ? ഹി ലൈക്ക്ഡ് സ്വീറ്റ്സ്. സി സാർ ഇവിടെ എഴുതിയത് പറഞ്ഞില്ലല്ലോ. അതെ, വില്ല എന്താക്കണം മക്കളെ? വുഡ് ആക്കണം. വില്ല എന്താക്കണം? വുഡ്. ഷാള് ഷുഡ് ആക്കണ്ട, വുഡ് ആക്കിയാ മതി. ക്യാന് കുഡാക്കുക. അപ്പൊ മേയോ മേ മൈറ്റ് ആക്കുക. മസ്റ്റ് ആണെങ്കിലോ സാറേ മസ്റ്റ് ഹാഡ് ടു ആക്കുക. ക്ലിയർ അല്ലേ? മസ്റ്റ് എന്താക്കണം പറ ഹാഡ് ടു. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യൽ നമ്മൾ പഠിച്ചു. ഒന്നാമത് ഡിക്ലറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യൽ നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ മക്കളെ? റിപ്പോർട്ട് ചെയ്യൽ പഠിച്ചില്ലേ നിങ്ങൾ? ഇനി ശ്രദ്ധിച്ച് കേട്ടോട്ടാ. ഞാൻ ഒരു എക്സാമ്പിളോട് ഞാൻ പറയാട്ടോ. ഒരു എക്സാമ്പിളോട് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഇത് നോക്കണ്ട കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കാം. ഐ വാണ്ട് ദിസ് പെന്ന്. ഐ വാണ്ട് ദിസ് പെൻ. എനിക്ക് എന്ത് വേണം പറ? ഈ പേന വേണം. പറഞ്ഞത് വനജയാണ്. അപ്പൊ വനജ പറഞ്ഞു. എന്താ പറഞ്ഞു പറ? ഐ വാണ്ട് ദിസ് പെന്ന്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യല് പറ? വനജ പറഞ്ഞു എന്നല്ല. അപ്പൊ വനജ സെഡ് ദാറ്റ്. എങ്ങനെ പറയാ? വനജ സെഡ് ദാറ്റ്. ഐ എന്നുള്ളത് എന്തായി മാറും പറ? ഷീ അല്ലെ? ഷീ. ഈ വാണ്ട് എന്തായി മാറും? വാണ്ടിന്റെ ഉള്ളിൽ ഡു അല്ലേ ഉള്ളത് അല്ലെ? ഡു എന്താക്കണം പറ? ഡിഡ് ആക്കണ്ടേ? ഡിഡ് പ്ലസ് വാണ്ട് എന്താ വരിക പറ? ഡിഡ് പ്ലസ് വാണ്ട് എന്താ വരിക പറ? വാണ്ടഡ്. എന്താ വരിക പറ? വാണ്ടഡ്. അപ്പൊ എങ്ങനെ ഉത്തരം വരിക പറ? ഷീ വാണ്ടഡ്. എങ്ങനെ പറയാ? ഷീ വാണ്ടഡ്. ഈ ദിസ് എന്താകും നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ. ദിസ് എന്താകും? ദാറ്റ് ആകൂലേ? അപ്പൊ ദിസ് എന്താകും പറ? ദാറ്റ്. ദിസ് പെൻ എന്താകും പറ? ദാറ്റ് പെൻ. റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് മാറ്റല്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോട്ടാ, ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. നിങ്ങൾ ഇങ്ങനെ ഗ്രാജുവലി ശ്രദ്ധിച്ച് പോന്നാമായിട്ടോ. ഒന്നുകൂടെ കേട്ടോളൂ. രാജു സെഡ്. രാജു പറ സെഡ്. രാജു പറഞ്ഞു. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ നൗ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ്? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ നൗ. എങ്ങനെ റിപ്പോർട്ട് ചെയ്യല് നോക്കിക്കോളൂ നിങ്ങള്. പറ രാജു സെഡ് ദാറ്റ്. എങ്ങനെ പറയാ? രാജു സെഡ് ദാറ്റ്. ക്ലിയർ അല്ലേ മക്കളെ? രാജു സെഡ് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ദാറ്റ് വെക്കൂലേ? അപ്പൊ രാജു പറ സെഡ് ദാറ്റ്. ഐ ആം എന്താവും? ഐ എന്താവും പറ? ഹി അല്ലേ? ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആം ഈസ് കണ്ടാൽ പറ വാസ് വേറാക്കണം എന്നല്ലേ? ഹി ഒരാളാമോ ഹി വേറെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ പറ ഹി വാസ്. ദെൻ പറ ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ നൗ എന്നുള്ളത് എന്താവും മാറേ മക്കളെ? പറ നൗ എന്നുള്ളത് എന്തായി മാറും പറ? ദെൻ എന്നായി മാറും അല്ലെ? ദെൻ THEN. റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യലെന്ന്. വെരി ഗുഡ്. വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി സാറേ ഇവിടെ അയാം മാറിയിട്ട് ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ നൗ മാറി യെസ്റ്റർഡേ ആണെങ്കിലോ അപ്പൊ എന്താ ചേഞ്ച് ഉണ്ടാവല്? അതാണ് നിങ്ങൾ ചോദ്യം കേട്ടോ. ഇവിടെ ആം മാറിക്കാണ് എന്തായി? വാസ് ആയി. അപ്പൊ നോക്കിക്കോളൂ. രാജു സെഡ് ദാറ്റ്. ഐ എന്തായി പറ? ഹി. വല്ല മാറ്റുണ്ടോ? ഇല്ല. ഈ വാസ് വേറെ കണ്ടാൽ എന്റെ കുട്ടിയോട് എന്താക്കാൻ പറഞ്ഞിട്ടുണ്ട് പറ? അതിന് V3 എന്നാണ് ബീന്. വെറും ബീനോ ആണ് പറ്റോ? ഇല്ല. എങ്ങനെ നോക്കണം? ഹാഡ് ബീൻ. അപ്പൊ എങ്ങനെ പറയാ? രാജു സെഡ് ദാറ്റ് ഹി പറ ഹാഡ് ബീൻ. പറ ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. പിന്നെ യെസ്റ്റർഡേ എന്നുള്ളത് എന്താവും പറ? ദ പ്രീവിയസ് ഡേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്റ്റർഡേ എന്താവും പറ? ദ പ്രീവിയസ് ഡേ അല്ലെ? യെസ്റ്റർഡേ എന്താവും? ദ പ്രീവിയസ് ഡേ. അപ്പൊ ദ പ്രീവിയസ് ഡേ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് മാറ്റല് സെറ്റായില്ലേ? സെറ്റായി. ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് മാറ്റല് ഇവിടെ സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി സാർ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും വന്നാൽ എങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഈസി. നോക്കൂ നിങ്ങൾ. ഡു യു വാണ്ട് ദോശ എന്ന് പറയുന്ന ഈ ഒരു സാധനം മാറ്റണം. നമുക്ക് അറിയാൻ പറ്റും WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാസ്മോ. Q എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ്, A എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ്, S എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, M എന്ന് പറഞ്ഞാൽ മെയിൻ വെർബ്, O എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതേഴ്സ്. ക്വസ്റ്റ്യൻ വേർഡ്,
ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതേഴ്സ്. അതാണ് WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ഫോർമാറ്റ്. കണ്ട, ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ്. കണ്ടില്ല നിങ്ങള്? ഈ ഒരു ഓർഡറിലാണെന്നുണ്ടാവില്ല WH ക്വസ്റ്റ്യൻ ഉണ്ടാകല്. എങ്ങനെയാ അത് റിപ്പോർട്ട് ചെയ്യല്? അപ്പൊ നോക്കിക്കോളൂ. രാജു ആസ്ക്ഡ് വനജ. ഇത് പറഞ്ഞതല്ലല്ലോ, ചോദിക്കല്ലേ. അപ്പൊ രാജു ആസ്ക്ഡ് വനജ, ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. അപ്പൊ എങ്ങനെ റിപ്പോർട്ട് ചെയ്യല്? ഈ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ നിലനിർത്തുക. അപ്പൊ എങ്ങനെ പറയാ? രാജു ആസ്ക്ഡ് വനജ വാട്ട്, അതുപോലെ നിലനിർത്തി, ബുദ്ധിമുട്ടില്ല. ഇനി പഠിക്കാനുള്ളത്, ഈ സബ്ജക്റ്റിന് നേരെ ക്വസ്റ്റ്യൻ വേർഡിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. പിന്നെ ഈ ഓക്സിലറി വെർബിന് എന്ത് ചെയ്യുക? ഈ സബ്ജക്റ്റിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെക്കുക. റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു. അപ്പൊ നോക്കിക്കോളൂ നിങ്ങള്. രാജു ആസ്ക്ഡ് വനജ വാട്ട് അതുപോലെ നിലനിർത്തി. ഈ ഡു അങ്ങോട്ടും കൊണ്ടുവരണം, യു എന്ത് ചെയ്യണം? ഇങ്ങോട്ടും കൊണ്ടുവരണം. ഇതാണ് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാ? പറ. രാജു ആസ്ക്ഡ് വനജ വാട്ട് കിട്ടി. ദെൻ യു എന്ന് പറഞ്ഞ ആരാണ്? പറഞ്ഞ വനജ അല്ലേ? അപ്പൊ യു എന്തായി മാറി? ഷീ. ക്ലിയർ അല്ലേ? ഇനി ഡു എന്തായി മാറും മക്കളെ? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഡു എന്താവും? പറ. ഡിഡ് ആകും അല്ലെ? അപ്പൊ ഡിഡ് പ്ലസ് അല്ലെ, ഡിഡ് പ്ലസ് വാണ്ട് അല്ലേ വരാനുള്ളത്? അപ്പൊ ഡിഡ് പ്ലസ് വാണ്ട് എന്താ വരിക? കണ്ട, ഡിഡ് പ്ലസ് റൈറ്റ് റോട്ട് വന്നില്ലായിരുന്നോ? അപ്പൊ ഡിഡ് പ്ലസ് വാണ്ട് എന്താ വരിക? വാട്ട് ഷീ. പറ. ഡിഡ് വാണ്ട് ഈസ് ഈക്വൽ ടു വാട്ട് ഷീ വാണ്ടഡ്. കഴിഞ്ഞു. ക്ലിയർ? ഇനി നോക്കിക്കോളൂ ഒന്നുകൂടെ. രാജു ആസ്ക്ഡ് വനജ അല്ലെ, വെന്ന് വെച്ചു അല്ലെ, വെന്ന്. രാജു ആസ്ക്ഡ് വനജ വെൻ. ഇനി ഈ യു എന്താകും? പറ. ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെ? അപ്പൊ വെൻ ഷീ നായി, വെൻ ഷീ. ഇനി ഡിഡ് എന്താകും സാറേ? യെസ്, ഡിഡ് എന്താകും? പറ. ഡു ഡസ് ഡിഡ് എന്താകും? ഡിഡ് എന്താകും? ഹാഡ് ഡൺ അല്ലെ? അതായത് റോട്ട് എന്താകും? പറ. ഹാഡ് റിട്ടൺ. അപ്പൊ നോക്കൂ നിങ്ങള്. ഡു യു വാണ്ട്, വെൻ ഡു യു റീച്ച് അല്ലേ? വെൻ വെച്ചു, യു എന്താക്കി? ഷീ ആക്കി. ഡിഡ് എന്താകും? ഹാഡ്. പറ. ഹാഡ്. ദെൻ റീച്ചിന്റെ വീത്തിരി എന്താ മക്കളെ? റീച്ച്ഡ്. അപ്പൊ ഹാഡ് റീച്ച്ഡ്. വെൻ പറ. വെൻ ഷീ ഹാഡ് റീച്ച്ഡ്. ഹിയർ എന്താകും? പറ. there ആകും. കഴിഞ്ഞു. വെൻ ഷീ ഹാഡ് റീച്ച്ഡ് there. കഴിഞ്ഞു റിപ്പോർട്ടഡ് സ്പീച്ച്. ഇനി നോക്കിക്കോളൂ എങ്ങനെയാണ്. അടുത്ത ചോദ്യം ഒന്ന് മാറ്റി വെക്കല്ലേ നമ്മള്. പറ. വാട്ട് ആർ യു ഡൂയിങ് നൗ? രാജു ആസ്ക്ഡ് വനജ. അപ്പൊ എങ്ങനെ പറയാ? രാജു ആസ്ക്ഡ് വനജ വാട്ട്. ക്ലിയർ അല്ലെ? പിന്നെന്താണ്? പറ. യു എന്താകും? ഇങ്ങോട്ട് വരും. അപ്പൊ വാട്ട് ഷീ അല്ലെ? ദെൻ ആർ എന്താകും? പറ. അപ്പുറത്ത് പോകില്ലേ? ആറ് വേറെ ആവൂലേ സാർ? ആറ് വേറെ ആകും. പക്ഷെ ഷീ ഒരാളല്ലേ ഉള്ളൂ. ഷീന്റെ കൂടുതൽ വേറെ വെക്കാൻ പറ്റൂല. ഒരാളാകുമ്പോ സിംഗുലർ ആവണ്ടേ? അപ്പൊ വാട്ട് ഷീ വാസ്. പറ. ദെൻ വാട്ട് ഷീ വാസ് ഡൂയിങ്. നൗ എന്താകും മക്കളെ? നൗ എന്താകും? ദെൻ. ക്ലിയർ? ദാറ്റ് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്. ട്രിക്കിന്റെ മക്കൾ ഇത് മാത്രം പഠിച്ചു വെക്കട്ടാ. വേറെ അതിനപ്പുറത്ത് ഒന്നും പഠിക്കണ്ട. ഒന്നോടെ നോക്കിക്കോളൂ. വേർ വേർ യു യെസ്റ്റർഡേ. നോക്കൂ നിങ്ങള്. രാജു ആസ്ക്ഡ് വനജ. പറ. വേർ ഓക്കെ, വേർ ഓക്കെ. ദെൻ പിന്നെന്താക്കും? പറ. യു എന്താകും? ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ വേർ ഷീ. ക്ലിയർ? ദെൻ ഈ വേർ എന്താകുന്ന പറഞ്ഞ്? വേർ വാസ്, വേർ വീറ്റു അല്ലേ? വേറിന്റെ വീത്തിരി എന്താണ്? ബീന്. വെറും ബീന് വെക്കാൻ പറ്റുമോ? ഇല്ല. ഹാഡ് ബീൻ. അപ്പൊ ഇങ്ങനെ പറയാ? വേർ ഷീ ഹാഡ് ബീൻ അല്ലെ? ഹാഡ് ബീൻ. യെസ്റ്റർഡേ എന്താകും? പറ. ദ പ്രീവിയസ് ഡേ, ദ പ്രീവിയസ് ഡേ. ഏറ്റവും ടഫ് ഉള്ള ഇതിൽ ഒരു സാധനമാണ്, ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാര്യം വേർ ഷീ വാസ് എന്ന് എഴുതിയേക്കും. വേർ ഷീ വാസ് അല്ല. വേറിന്റെയും വാസിന്റെയും വീത്തിരി എന്താണ്? ബീനാണ്. വെറും ബീനല്ല, ഹാഡ് ബീൻ വെക്കണം. ദാറ്റ്സ് ഓൾ. ഇനി നോക്കിക്കോളൂ. വാട്ട് ഹാവ് യു ഡൺ? റിപ്പോർട്ട് ചെയ്ത് പറ. വാട്ട് വെച്ചു അല്ലെ? രാജു ആസ്ക്ഡ് വനജ വാട്ട് അല്ലെ? ഇനി യു എന്നുള്ളത് എന്താകും? പറ. ഇങ്ങോട്ട് വരും. പറ. വാട്ട് ഷീ. ദെൻ ഹാവ് എന്താകും? പറ. ഹാവ് എന്താകും? ഹാഡ്. അപ്പൊ പറ. വാട്ട് ഷീ ഹാഡ് ഡൺ അല്ലെ? നീ എന്താണ് ചെയ്തിട്ടുള്ളത്? ഫോർ. നീ നോക്കൂ. മീ, എനിക്ക് വേണ്ടി എന്ന് ആരാ പറഞ്ഞത്? രാജു അല്ലേ? അപ്പൊ അവന് വേണ്ടി. പറ. ഫോർ മീ എന്നുള്ളത് എന്താകും? പറ. ഫോർ ഹിം എന്നായി മാറി. റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞു. വെരി ഇമ്പോർട്ടന്റ് ആട്ടോ, ശ്രദ്ധിക്കുക. സാർ ഞങ്ങൾക്ക് ഈ WH ക്വസ്റ്റ്യൻ മാറ്റിൽ മനസ്സിലായി. പക്ഷെ ഞങ്ങളെ പ്രശ്നം എന്താണെന്ന് അറിയോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മാറ്റിലാണ്. ഫോർമാറ്റ് നമുക്കറിയാൻ പറ്റും. ആസ്മോ. എന്താണ്? പറ. ആസ്മോ. എ എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ്. കണ്ട? ഓക്സിലറി വെർബ്. എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്. കണ്ട? സബ്ജക്റ്റ്. എം എന്ന് പറഞ്ഞാൽ മെയിൻ വെർബ്. കണ്ട? മെയിൻ വെർബ്. ഓ എന്ന് പറഞ്ഞാൽ അതേഴ്സ്. കണ്ട? അതേഴ്സ്. ദോശ എന്ന് ഇവിടെ കണ്ടില്ലേ? ഇതാണ് ഫോർമാറ്റ്. സാർ എങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യും? ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിലെ ക്യൂ ഉണ്ടല്ലോ, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിലെ ക്യൂ ഇല്ലല്ലോ. അപ്പൊ അതിന് പകരം ഈഫ് എന്ന് വെച്ചുകൊടുക്കുക, അല്ലെങ്കിൽ വെദർ എന്ന് വെച്ചുകൊടുക്കുക. ഈഫ് അല്ലെങ്കിൽ പറ വെദർ ട്ടോ. ഈഫ് അല്ലെങ്കിൽ പറ വെദർ. രണ്ട് വെച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഈഫ് വെച്ചുകൊടുക്കുക. ശരിക്കും രണ്ട് വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളത് തെറ്റാണ്. വെദർ വെക്കേണ്ട അടുത്തൊരു നിയമമുണ്ട്. ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ എന്നുള്ളടത്ത് ഈഫ് ഇന്ത്യ വിൻസ് എന്നാണ്. വെദർ ഉപയോഗിക്കൽ എവിടെയെന്ന് അറിയോ? ഈഫ് ഇന്ത്യ വിൻസ് ഓർ നോട്ട് എന്ന് പറയില്ല, അവിടെയാണ് വെദർ ഉപയോഗിക്കൽ. വെദർ ഇന്ത്യ വിൻസ് ഓർ നോട്ട് ആണ്. രണ്ട് ഫേസ് ഉണ്ടെങ്കിലാണ് വെദർ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. ബട്ട് ഇവിടെ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ഈഫ് വെച്ച് പഠിച്ചോളൂ.
ബുദ്ധിമുട്ടില്ല, ഈഫ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സബ്ജക്റ്റും കിട്ടും ഓക്സിലറിയും കിട്ടും. നമ്മൾ നേരത്തെ കളിച്ചില്ലേ, അതേ കളി തന്നെയാണ്. അപ്പൊ നോക്കിക്കോളൂ, രാജു ആസ്ക്ഡ് വനജ ഡു യു വാണ്ട് ദോശ എന്നല്ലേ. അപ്പൊ എങ്ങനെ പറയാ, രാജു ആസ്ക്ഡ് വനജ ഈഫ് വെച്ചു. ഇവിടെ WH ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. അപ്പൊ യു അങ്ങോട്ട് കൊണ്ടുവരാ പറ. അപ്പൊ ഇഫ് ഷീ അല്ലെ, ഇനി ഡു എന്ത് ചെയ്യാ, അങ്ങോട്ട് കൊണ്ടുപോവാ. ഡു എന്താകും, ഡിഡ് പ്ലസ് വാണ്ട് എന്താ വരിക, വാണ്ടഡ്. അപ്പൊ പറ ഇഫ് ഷീ വാണ്ടഡ് ദോശ. ക്ലിയർ, ഇഫ് ഷീ വാണ്ടഡ് ദോശ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ അടുത്ത് പറഞ്ഞാണി, ഡിഡ് യു റീച്ച് ഹിയർ പറഞ്ഞാണി പറ. രാജു ആസ്ക്ഡ് വനജ പറ ഈഫ്, പറ ഈഫ് പിന്നെ യു എന്തായി മാറി പറ, ഷീ അല്ലെ. ഇനി ഡിഡ് എന്താകും പറ, ഹാഡ് ഡൺ അല്ലെ. അപ്പൊ ഇഫ് ഷീ ഹാഡ്, ഈ റീച്ചിന്റെ വീട്ടിൽ എന്താണ് പറ, റീച്ച്ഡ്. അപ്പൊ ഇഫ് ഷീ ഹാഡ് റീച്ച്ഡ് അല്ലെ. ഹിയർ എന്തായി മാറും പറ, ദർ. ഹിയർ എന്തായി മാറും, ദർ. റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു. വെരി ഗുഡ്. അങ്ങനെ അടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ പറ, ആർ യു പ്ലേയിങ് ചെസ് നൗ അല്ലെ. അപ്പൊ പറ രാജു ആസ്ക്ഡ് വനജ, എങ്ങനെ വന്നു പറ, ഈഫ് വെച്ചു അല്ലെ. ഈഫ് വെച്ചു, WH ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈഫ് വെച്ചത്. ദെൻ യു എന്താവും പറ, ഷീ. അപ്പൊ ഈഫ് ഷീ അല്ലെ. ദെൻ ആർ എന്താവും ഇങ്ങോട്ട് വരുമ്പോ, വാസ അല്ലേ, വേറല്ലേ ആവേണ്ടിയത്, ബട്ട് ഷീ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പറ, ഇഫ് ഷീ വാസ് പറ പ്ലേയിങ്, ഇഫ് ഷീ വാസ് പ്ലേയിങ്. പിന്നെ ഇഫ് ഷീ വാസ് പ്ലേയിങ് ചെസ്, നൗ എന്തായി മാറും പറ, നൗ എന്തായി മാറും, ദെൻ. നൗ ദെൻ ആയി മാറും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഇനി ശ്രദ്ധിച്ചോളൂ, വേർ യു പ്ലേയിങ് ചെസ് യെസ്റ്റർഡേ, ഈ ഇന്നലെ ചെസ് കളിക്കായിരുന്നോ വനജെ, രാജു ചോദിക്കട്ടെ. അപ്പൊ പറ രാജു ആസ്ക്ഡ് വനജ പറ ഈഫ് ഷീ. ക്ലിയർ അല്ലേ. ഈഫ് യു എന്തായി പറ, അങ്ങോട്ട് ഷീ ആയില്ലേ. വേറെന്താകും പറ, ഹാഡ് ബീൻ അല്ലേ. അപ്പൊ പറ ഈഫ് ഷീ പറ ഹാഡ് ബീൻ, പറ ഈഫ് ഷീ ഹാഡ് ബീൻ പ്ലേയിങ് ചെസ് അല്ലെ. പ്ലേയിങ് ചെസ് പറഞ്ഞിട്ടോ. യെസ്റ്റർഡേ എന്നുള്ള എന്താകും പറ, ദ പ്രീവിയസ് ഡേ. വെരി ഗുഡ്, ദ പ്രീവിയസ് ഡേ ട്ടോ. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദെൻ ഹാവ് യു റിട്ടൺ എ ലെറ്റർ, എങ്ങനെ പറയാ പറ, ഹാവ് യു റിട്ടൺ എ ലെറ്റർ പറ രാജു ആസ്ക്ഡ് വനജ പറ ഈഫ്, പിന്നെ യു എന്തായി മാറും ഇങ്ങോട്ട് വരൂലേ. അപ്പൊ ഈഫ് ഷീ, ഹാവ് എന്തായി മാറും, ഹാഡ്. അപ്പൊ ഈഫ് ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ ഫോർ മീ എന്നുള്ള എന്തായി മാറും പറ, ഫോർ ഹിം എന്നായി മാറും. റിപ്പോർട്ട് സ്പീച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും മാറ്റല്ലേ. റെഡിയാന്ന് ഞാൻ വിശ്വസിക്കാം കേട്ടോ. എൻ്റെ മക്കൾക്ക് ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് നിലനിർത്തുക, ഓക്സിലറി അങ്ങോട്ടും സബ്ജക്റ്റ് ഇങ്ങോട്ടും. അപ്പൊ ഓക്സിലറി വേർഡ് അങ്ങോട്ട് കൊണ്ടുപോകണതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യണം, സബ്ജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. കാരണം ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് എന്താ ആദ്യം എഴുതാനുള്ളത് പറ, സബ്ജക്റ്റ് എഴുതാനുള്ളത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്തില്ല പറ, ഓക്സിലറി വെർബ് തുടങ്ങുന്നതാകുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തതുകൊണ്ട് ഈഫ് വെക്കുക, സബ്ജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാ, ഓക്സിലറി അങ്ങോട്ട് കൊണ്ടുപോവാ. ഓക്സിലറി കൊണ്ടുപോകുമ്പോഴുള്ള മാറ്റങ്ങൾ ഇതാണെന്നുള്ളത് ശ്രദ്ധിക്കുക. വെരി ഗുഡ്. അങ്ങനെ മാറ്റൽ കഴിഞ്ഞു. സാർ ഞങ്ങൾ പഠിക്കാനുള്ള ഇത് ഓക്കെ കേട്ടോ. ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് സാർ, ഞങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാനുള്ള കേട്ടോ. മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസ് ആട്ടോ, ഇമ്പരേറ്റീവ് സെന്റൻസ്. എന്താ പറഞ്ഞു പറ, ഇമ്പരേറ്റീവ് സെന്റൻസ്. എന്താണ് സാറേ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാല്, കമാൻഡ് റിക്വസ്റ്റ് ഓർഡർ ഒക്കെ ഉണ്ടാവില്ലേ, ഓപ്പൺ ദ ഡോർ എന്ന് പറയില്ലടാ. ഓപ്പൺ ദ ഡോർ, ഡോർ തുറക്ക് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഓപ്പൺ ദ ഡോർ, ഡോർ തുറക്കുന്ന്. അല്ലെങ്കിലോ ഡോണ്ട് ഓപ്പൺ ദ ഡോർ, ഡോർ തുറക്കരുത് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്, ഡോണ്ട് ഓപ്പൺ ദ ഡോർ, ഡോർ തുറക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ വന്നാൽ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നോക്കിക്കോളൂ നിങ്ങള്, ഇത് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്നാ പറയാ. അപ്പൊ രാജു നോക്കിക്കോ, രാജു ഇത് സെഡ് ടു എന്ന് കണ്ടാൽ തന്നെ ശരിക്കാക്കണേ, രാജു പിന്നെ വനജനോട് ഡോർ തുറക്കുന്നുള്ള പറയലല്ലോ. ഇനി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സെഡ് ടു എന്താവും, ടോൾഡായി മാറും. സെഡ് ടു എന്തായി മാറും, ഞമ്മടെ പറയുന്നുണ്ട് കേട്ടോ. സെഡ് ടു എന്തായി മാറും, സെഡ് ടു ടോൾഡായി മാറും കേട്ടോ. ടോൾഡായി മാറും. ക്ലിയർ. ഇനി നോക്കിക്കോ, ഇത് ശരിക്കും റിക്വസ്റ്റോ അല്ലെങ്കിൽ അഡ്വൈസോ ഓർഡറോ അല്ലേ ചെയ്യാ. അപ്പൊ ഇങ്ങനെ പറയാ, രാജു ഓർഡേഡ് പറ, രാജു ഓർഡേഡ് വനജ, രാജു വനജനോട് ഓർഡർ ചെയ്തു. ഓപ്പൺ ദ ഡോർ നമ്മൾ 2 ഇട്ടെടുത്താൽ മതി. അപ്പൊ പറ ടു ഓപ്പൺ ദ ഡോർ കഴിഞ്ഞു, അത്രേനെ ഉള്ളൂന്ന്. രാജു ഓർഡേഡ് വനജ ടു ഓപ്പൺ ദ ഡോർ. അപ്പൊ ഡോണ്ട് ഓപ്പൺ ദ ഡോർ ആണെങ്കിലോ, രാജു ഓർഡേഡ് വനജ ഡോണ്ട് ഓപ്പൺ ദ ഡോർ. ആ ഡോണ്ട് എഴുതരുത്, അതിന് പകരം ടു ഇട്ടില്ലായിരുന്ന, അതിന് പകരം എന്ത് ചെയ്യാ പറ, നോട്ട് ടു. എങ്ങനെ പറയാ, നോട്ട് ടു ഓപ്പൺ ദ ഡോർ. എങ്ങനെ പറയാ, നോട്ട് ടു ഓപ്പൺ ദ ഡോർ. അങ്ങനെയാണ് നെഗറ്റീവ് മാറ്റല്, അങ്ങനെയാണ് ഇംപറേറ്റീവ് സെന്റൻസ് മാറ്റല് കഴിഞ്ഞു. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിലോ സാറേ, ഫോർ എക്സാമ്പിൾ വാട്ട് എ ലവ്ലി ഡേ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ സാധനല്ലേ, അതാണല്ലോ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അത് സാധാരണ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെ പറയാ, ഇറ്റ് ഈസ് എ ലവ്ലി ഡേ. എങ്ങനെ പറയാ, ഇറ്റ് ഈസ് എ ലവ്ലി ഡേ. അപ്പൊ ഈ സാധാരണ സ്റ്റേറ്റ്മെന്റ് ആയില്ലേ. അപ്പൊ രാജു വണ്ടേർഡ് ദാറ്റ് ഇറ്റ് ഈസ് എന്താകും പറ, വാസ്. അപ്പൊ ഇറ്റ് വാസ് എ ലവ്ലി ഡേ. അത്രേ ഉള്ളൂ. എങ്ങനെ എന്ത് മാറ്റല്, നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് മാറ്റല് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കയറാം.
ചോദ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. 4 മാർക്കിനുള്ള ചോദ്യമായിരുന്നു ഇത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 4 മാർക്കിനുള്ള ചോദ്യമായിരുന്നു. ഈ ചോദ്യം എങ്ങനെ വന്നതെന്നുള്ളത് നോക്കുന്നത്, മാഗി ആർ യു ലിവിങ് ടുഡേ, നിങ്ങൾ ഇന്ന് പോവാണോ? ഗുപ്ത യെസ് മാഗി, ടുഡേ ഈസ് ദ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ, അത് എന്ന് ഞാൻ പോണ ദിവസമാണ്. മാഗി ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി, എത്ര കാലം എടുക്കും നിങ്ങളെ പെരയിലെത്താന്? ഗുപ്ത എ ലിറ്റിൽ മോർ ദാൻ 2 weeks, ഏകദേശം 2 ആഴ്ചയോളം എടുക്കും അല്ലെ, 2 ആഴ്ചയിലേക്ക് കൂടുതൽ എടുക്കും എന്നാ പറയുന്നത്. എന്നിട്ട് ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. Later Gupta reported the conversation. പിന്നീട് ഗുപ്ത ഈ കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യാണ് ടു ഹിസ് ഹോസ്റ്റസ്, കൂടെയുള്ള ഹോസ്റ്റസിനോട് എന്ത് ചെയ്യാണ് അല്ലെ, ഈ കാര്യം റിപ്പോർട്ട് ചെയ്യാട്ടോ. ഹി ബിഗാൻ ഫോളോസ്, അവൻ ഇങ്ങനെ തുടങ്ങിയത്, എങ്ങനെ തുടങ്ങിയെന്ന് അറിയോ? മാഗി ആസ്ക്ഡ് മീ, മാഗി ആരോടാ ചോദിച്ചത്? പറ, എന്നോട് ചോദിച്ചു. അപ്പൊ ഇനി ഗുപ്ത ആരെ കാരം, നമ്മളെ ഈ കാര്യം ഗുപ്ത പറയാനുള്ളത് കേട്ടോ. മാഗി ആസ്ക്ഡ് മീ വെദർ, കണ്ട ഈഫ് ക്ലോസ് ആയതുകൊണ്ട് എസ് ഓർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറ ഇവിടെ ഈഫോ അല്ലെങ്കിൽ വെദറോ വെക്കാലോ അല്ലെ. അപ്പൊ യു എന്തായി മാറും? പറ ഷീ അല്ലെ, വെദർ ഷീ. ദെൻ ആർ എന്തായി മാറും? വേറാകും. പക്ഷെ ഷീ ഒരാളാകുമ്പോ വാസല്ലേ, കണ്ട വെദർ അല്ലെ. അപ്പോ ശരിക്കും എന്താ വന്ന് പറ, ഇവിടെ യു അല്ലേ ഉദ്ദേശിച്ചത്, മാഗി അല്ലേ ചോദിച്ചത്. ഈ പോവാണോ നിന്നോടല്ലേ ചോദിച്ചപ്പോ മാഗി മറ്റേ ഗുപ്ത റിപ്പോർട്ട് ചെയ്യട്ടോ. മാഗി ആസ്ക്ഡ് മീ വെദർ, പിന്നെ ഈ യു എന്നുള്ളത് ഞാനായത് കൊണ്ട് ആ യു എന്തായി പറ, ഐ ആയി മാറി. വെദർ ഐ വാസ് ലിവിങ്, പിന്നെ ടുഡേ എന്നുള്ള എന്തായി മാറി? പറ ദാറ്റ് ഡേ അല്ലേ. നോക്കൂ, എന്നിട്ട് ബാക്കി പറയണ. ഹൗ ക്യാൻ ഹെൽപ്പ് മിസ്റ്റർ ഗുപ്ത ടു റിപ്പോർട്ട് ദ എൻ്റയർ കോൺവെർസേഷൻ, എങ്ങനെയാണ് ബാക്കിയുള്ള കോൺവെർസേഷന് ഗുപ്ത റിപ്പോർട്ട് ചെയ്യല് എന്നുള്ളത് നമ്മളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, അങ്ങനെ തുടങ്ങിട്ടോ. എങ്ങനെ തുടങ്ങി പറ, പിന്നെ മാഗി ആസ്ക്ഡ് മീ വെദർ ഐ വാസ് ലിവിങ് ദാറ്റ് ഡേ എന്ന് ചോദിച്ചപ്പോ പറ ഐ റിപ്ലൈഡ്. എങ്ങനെ വരിക? ഐ റിപ്ലൈഡ്, ഞാൻ മറുപടി കൊടുത്തു അല്ലെ. ഐ റിപ്ലൈഡ് എങ്ങനെയാണ്? യെസ് എന്നല്ലേ കൊടുത്തത്. ഐ റിപ്ലൈഡ് യെസ് ആയതുകൊണ്ട് പോസിറ്റീവ്ലി. എങ്ങനെ പറയാ? ഐ റിപ്ലൈഡ് പോസിറ്റീവ്ലി. എവിടെ? യെസ്, ഐ റിപ്ലൈഡ് പറ പോസിറ്റീവ്ലി ദാറ്റ് എന്താണ് പറ, ടുഡേ എന്നുള്ള സാധനല്ലേ. ടുഡേ എന്തായി മാറും? പറ അത് ആർക്കാ നമുക്ക് ഓൾറെഡി അറിയാം, മാഗിക്കാന്ന് അറിയില്ലേ. അപ്പൊ നോക്കിക്കോളൂ, ഐ റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ് ടുഡേ എന്തായി മാറും? പറ ദാറ്റ് ഡേ അല്ലേ. പോസിറ്റീവ്ലി ദാറ്റ് ഡേ, പിന്നെ ഈസ് എന്തായി മാറും? പറ വാസ്. അപ്പൊ ദാറ്റ് ഡേ വാസ് ദ ഡേ ഓഫ് അല്ലെ, ദ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ അല്ലെ. ഐ വല്ല മാറ്റില്ല, കാര്യം ഞാൻ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഡേ വാസ് പറ, ദാറ്റ് ഡേ വാസ് അല്ല, ദാറ്റ് ഡേ ഓഫ് അല്ലെ മൈ ഡിപ്പാർച്ചർ. അതിൽ ഒരു ചേഞ്ചും ഇല്ല, ഹിസ്സൊന്നും ആക്കാനില്ല. കാര്യം എന്താണെന്ന് അറിയോ? ഇത് ഞാൻ തന്നെയാണ് എന്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? മാഗി പിന്നെ ചോദിച്ചിക്കല്ലേ. എഗെയിൻ മാഗി ആസ്ക്ഡ്. എങ്ങനെ പറയാ? എഗെയിൻ മാഗി പറ ആസ്ക്ഡ്. വീണ്ടും മാഗി എന്ത് ചെയ്തു? ചോദിച്ചു. എന്താ ചോദിച്ചതെന്ന് അറിയോ? എന്താ ചോദിച്ചത്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് ദ കൺട്രി. അപ്പൊ WH ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? ഹൗ ലോങ്. പിന്നെന്താണ്? ഓക്സിലറി വെർബ് ഇതാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? ഈ ഹൗ ലോങ് അതുപോലെ തന്നെ വെക്കുക. എഗെയിൻ ആസ്ക്ഡ് മാഗി പറ ഹൗ ലോങ് അല്ലെ. ഹൗ ലോങ് ചോദ്യം വെച്ചു. ദെൻ വിൽ ഇറ്റ് അല്ലേ, വിൽ അങ്ങോട്ടും ഇറ്റ് ഇങ്ങോട്ടും കൊണ്ടുവരല്ലേ. അപ്പൊ പറ ഹൗ ലോങ് ഇറ്റ്. വിൽ എന്തായി മാറും? പറ വുഡ്. ഹൗ ലോങ് ഇറ്റ് വുഡ് അല്ലെ. ടേക്ക് ഇറ്റ് വുഡ് ടേക്ക്. ക്ലിയർ? ഇറ്റ് വുഡ് ടേക്ക്. യു എന്നുള്ള സാധനം എന്താണ്? പറ മീ അല്ലേ. ഇറ്റ് വുഡ് ടേക്ക് മീ എന്തിന്? ടു റീച്ച് അല്ലെ. ടു റീച്ച് യുവർ കൺട്രി എന്താണ്? പറ ഞാൻ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. ടു റീച്ച് മൈ കൺട്രി, എന്റെ കൺട്രിയിൽ എത്താൻ കേട്ടോ. ടു റീച്ച് മൈ കൺട്രി. ക്ലിയർ? അപ്പോൾ നോക്കൂ അപ്പൊ ആരെ റിപ്ലൈ കൊടുക്കുന്നത്? പറ ഐ അറ്റ് ദാറ്റ് ടൈം അല്ലെ. അപ്പോൾ അല്ലെങ്കിൽ ദെൻ അല്ലെങ്കിൽ അപ്പോൾ എന്നും കൊടുക്കാത്തത് ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യല്ലേ. ദെൻ ഐ റിപ്ലൈഡ്. എങ്ങനെ പറയാ? ഐ റിപ്ലൈഡ്, ഞാൻ മറുപടി കൊടുത്തു. എന്താണ്? ദാറ്റ് അല്ലെ. ഐ റിപ്ലൈഡ് ദാറ്റ്. പറ എന്താ കൊടുത്തത്? പറ എ ലിറ്റിൽ മോർ ദാൻ 2 weeks അല്ലെ. എ ലിറ്റിൽ മോർ ദാൻ പറ 2 weeks. അത് അതുപോലെ തന്നെ എഴുതിക്കുക, വേറൊന്നുമില്ല. എ ലിറ്റിൽ മോർ ദാൻ പറ 2 weeks, അത്ര തന്നെ എഴുതിക്കുക. അതാണ് റിപ്പോർട്ട് ചെയ്യൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ശ്രദ്ധിച്ചോളൂ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് കയറുന്നുണ്ട്. ഇത് ചെയ്തൊന്ന് പ്രാക്ടീസ് ആവാനുണ്ട് കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ആയി വരും. കോൺവെർസേഷൻ ബിറ്റ്വീൻ മാഗി ആൻഡ് ഗുപ്ത. മാഗിയും ഗുപ്ത നമ്മൾ കോൺവെർസേഷൻ ആണ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഇസ് ഗിവൻ ബിലോ, റിപ്പോർട്ട് ദെയർ കോൺവെർസേഷൻ അല്ലെ. അപ്പൊ നോക്കൂ, മാഗി ഗുപ്ത അല്ലെ. മാഗി എന്തോ കാര്യം ഇവിടെ ചോദിക്കില്ലല്ലോ, പറയല്ലേ.
ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺ നിയർ ഡെറാഗസിക്കാൻ അല്ലെ. അപ്പൊ ഇത് മാഗി പറഞ്ഞതാണ് ആരോട്? ഗുപ്തനോട്. അപ്പൊ എങ്ങനെ പറയാ? മാഗി പറ സെഡ് ടു, ആരാണ്? സെഡ് ടു ഗുപ്ത അല്ലേ. സെഡ് ടു ഗുപ്ത എന്തായും പറ? മാഗി സെഡ് ടു എന്തായി മാറും പറ? ടോൾഡ് ആയി ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ മാഗി ടോൾഡ് ഗുപ്ത, അതാണ് ഷോർട്ട്. മാഗി ടോൾഡ് ഗുപ്ത എന്താണ്? ഫ്രാങ്ക് ഈസ് ബറീഡ്. അപ്പൊ ഫ്രാങ്ക് അല്ലെ, ഗുപ്ത ദാറ്റ്. സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചു? ദാറ്റ്. ദെൻ പറ ഫ്രാങ്ക്, പറ ഫ്രാങ്ക്, ബാക്കി പറഞ്ഞാണ് ഫ്രാങ്ക് ഈസ് എന്തായി മാറും പറ? വാസ്. ഫ്രാങ്ക് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺ ഡെറാഗസിക്കാൻ അല്ലെ. ആ സാധനം അവിടെ എഴുതി കൊടുക്കുക. ക്ലിയർ, ഫുൾ സ്റ്റോപ്പ്. അപ്പൊ എന്താണ്? ഗുപ്ത റിപ്ലൈ ചെയ്തതല്ലേ? റിപ്ലൈ അല്ലേ കൊടുത്തത്? പറഞ്ഞാൽ പിന്നെ റിപ്ലൈ ഉണ്ടാവില്ലല്ലോ. ഗുപ്തർ ഇതൊരു ചോദ്യമല്ലല്ലോ. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി, ഞാൻ ആ രാജ്യത്തിന്റെ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു, ഞാൻ എന്റെ ബ്രദറിന്റെ ഗ്രേവ് വിസിറ്റ് ചെയ്ത് അണക്കി കത്ത് ചെയ്തെന്നാ പറയുന്നത് കേട്ടോ. അത് റിപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അറ്റ് ദാറ്റ് ടൈമില്, ആ സമയത്ത്, അല്ലെങ്കിലോ ഗുപ്ത സെഡ് ദാറ്റ്. എങ്ങനെ പറയാ? ഗുപ്ത സെഡ് ദാറ്റ് അല്ലെ. ഗുപ്ത സെഡ്, ഗുപ്ത പറഞ്ഞു. ദാറ്റ് എന്താ പറഞ്ഞത്? ഈ ദാറ്റ് വെക്കാൻ മറക്കരുത് കേട്ടോ. ഗുപ്ത സെഡ് ദാറ്റ് അല്ലെ. നോക്കൂ, വെൻ പറ, വെൻ ഐ എന്തായി മാറും പറ? ഹി അല്ലെ. വെൻ ഹി. ഗോ എന്തായി മാറും പറ? വെന്റ്. വെൻ ഹി വെന്റ് ടു അല്ലെ. വെൻ ഹി വെന്റ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി. ദാറ്റ് പ്രത്യേകിച്ച് മാറില്ല കേട്ടോ. ദാറ്റ് പാർട്ട് ഓഫ് ദി കൺട്രി കേട്ടോ. ദാറ്റ് പാർട്ട് ഓഫ് ദ PC കൺട്രി കേട്ടോ. then that part of the country. ഐ എന്തായി മാറും പറ? ഹി. ഷാൾ എന്തായി മാറും? ഷുഡ് ആവില്ല, വുഡ് അല്ല ആവുള്ളൂ. ഹി വുഡ്. എങ്ങനെ പറയാ? ഹി വുഡ് വിസിറ്റ്. ഹി വുഡ് വിസിറ്റ്. then നോക്കിക്കോളൂ, യുവർ ബ്രദേഴ്സ് എന്നുള്ളത് എന്താണ് പറ? അവളുടെ ബ്രദേഴ്സ് അല്ലേ പറ? ഹെർ ബ്രദേഴ്സ്. എങ്ങനെ പറയാ? ഹെർ ബ്രദേഴ്സ് അല്ലേ. ഹെർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് പറ ആൻഡ് റൈറ്റ് ടു ഹെർ അല്ലെ. ആൻഡ് റൈറ്റ് ടു ഹെർ. ആൻഡ് റൈറ്റ് ടു ഹെർ. ആൻഡ് റൈറ്റ് ടു ഹെർ. ക്ലിയർ. മീ എന്നുള്ള എന്താ? ടു യു എന്നുള്ള എന്താ പറ? റൈറ്റ് ടു ഹെർ എന്നാ പറഞ്ഞു കേട്ടോ. കഴിഞ്ഞു. ഇനി ശ്രദ്ധിച്ചോളൂ. അപ്പൊ എഗെയിൻ മാഗി ആസ്ക്ഡ്. എഗെയിൻ മാഗി ആസ്ക്ഡ്. വീണ്ടും പറയാം കേട്ടോ. എഗെയിൻ മാഗി ആസ്ക്ഡ്. വീണ്ടും ആര് ചോദിച്ചു പറ? മാഗി ചോദിച്ചു അല്ലെ. മാഗി ചോദിച്ചു. മാഗി ആസ്ക്ഡ് വെച്ചു. എന്താ മാഗി ചോദിച്ച കാര്യം? ഇതൊരു ചോദ്യമാണല്ലോ. അപ്പൊ പറ ഇറ്റ് വിൽ ട്രബിൾസം ഫോർ യു അല്ലെ. വിൽ ഇറ്റ് ബി ട്രബിൾസം ഫോർ യു? അപ്പൊ പറ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോ പറ ഈഫ്. ഈ ഇറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരും പറ. അപ്പൊ ഇഫ് ഇറ്റ് വിൽ എന്തായി മാറും? വുഡ്. അപ്പൊ ഇറ്റ് വുഡ് ബി അല്ലെ. ഇഫ് ഇറ്റ് വുഡ് ബി ട്രബിൾസം ഫോർ യു എന്നുള്ള എന്തായി മാറും പറ? ഫോർ ഹിം എന്നായി മാറും. അറ്റ് ദാറ്റ് ടൈം അല്ലെ മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് അല്ലെ. ദെൻ ഒക്കെ വെക്കാട്ടോ. ദെൻ മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ്. നോ ഉള്ളതുകൊണ്ട് നെഗറ്റീവ്ലി അല്ലെ. നെഗറ്റീവ്ലി പിന്നെ എന്ത് വെക്കണം പറ? ദാറ്റ്. ഗുപ്ത റിപ്ലൈഡ് നെഗറ്റീവ്ലി ദാറ്റ്. എന്താ പറഞ്ഞേ പറ? നോ ഉള്ളത് കൊണ്ട് നെഗറ്റീവ്ലി എന്ന് വെച്ചിട്ടോ. എന്താ വെച്ചേ പറ? നെഗറ്റീവ്ലി കേട്ടോ. നെഗറ്റീവ്ലി അല്ലെ. നെഗറ്റീവ്ലി ദാറ്റ് എന്താണ്? ദെറാഗസി ഖാൻ ഈസ് എന്താണ് പറ? ദെറാഗസി ഖാൻ ആട്ടോ. ഇവിടെ ഷോർട്ട് ആക്കി വെക്കുന്നത് DGK എന്ന് വെച്ചിട്ടുണ്ടോ. ഈസ് എന്തായി മാറും പറ? വാസ്. നോട്ട് വെരി ഫാർ ഫ്രം അല്ലെ. വാസ് നോട്ട് വെരി ഫാർ ഫ്രം. വെരി ഫാർ ഫ്രം ആട്ടോ. മൈ പ്ലേസ് എന്തായി മാറി പറ? ഹിസ് പ്ലേസ് ആയി മാറി. ഹിസ് പ്ലേസ് ആയി മാറി. ദാറ്റ് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്. ക്ലിയർ. ക്ലിയർ. നോക്കിക്കോളൂ. അടുത്ത നോക്കിക്കോളൂ. റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രറ്റ ആൻഡ് ഹെർ ഫാദർ അല്ലെ. ചേഞ്ചിങ് ഇറ്റ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഫാദറും ഗ്രറ്റയും തമ്മിൽ. അപ്പൊ ഫാദറിന് ചോദ്യാന്ന് മനസ്സിലായിട്ടോ. ചോദ്യാണ്, ഇവിടെ മറുപടിയാണ്. അപ്പൊ ഫാദർ എന്ത് ചെയ്തു പറ? ഫാദർ ആസ്ക്ഡ് പറ. ഫാദർ ആസ്ക്ഡ് ആരോടാണ്? ഗ്രറ്റ. ഗ്രറ്റനോട് ചോദിച്ചു. യു വാണ്ട് സംതിങ് ഓഫ് യുവർ ഓൺ അല്ലെ. യു വാണ്ട് സംതിങ് യുവർ ഓൺ അല്ലെ. അപ്പൊ യു വാണ്ട് എന്ന് പറയുമ്പോ തന്നെ ഇതിൽ സാറേ ഇതിലിപ്പോ എന്താ? അനക്ക് എന്റേതായിട്ടുള്ള ഒരു സാധനം വേണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. അപ്പൊ അനക്ക് വേണോ എന്നല്ലേ ചോദിക്കേണ്ടത്? വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് യെസ് അല്ലെങ്കിൽ നോ എന്നല്ലേ സാധനം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറ? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിക്കോളൂ. ഈ വാണ്ടിന്റെ ഉള്ളിൽ എന്തിനു പറ? ഡു ഉണ്ട്. അപ്പൊ ഡു യു വാണ്ട് എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പൊ ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പറ ഈഫ് പിന്നെ യു എന്തായി മാറും പറ? യു എന്തായി മാറും പറ? ഷീ അല്ലെ. ഇഫ് ഷീ പിന്നെ ഡു എന്തായി മാറും? ഡിഡ്. അപ്പൊ പറ ഇഫ് ഷീ ഡിഡ് പ്ലസ് വാണ്ട് എന്താണ് പറ? ഇഫ് ഷീ വാണ്ടഡ് പറ. ഇഫ് ഷീ വാണ്ടഡ് സംതിങ് അല്ലെ. ഇഫ് ഷീ വാണ്ടഡ് സംതിങ് ഇവിടെ എഴുതുന്നുണ്ട്. സംതിങ്
ഫോർ യുവർ ഓൺ എന്തായി മാറും പറ ഹെർ ഓൺ. എങ്ങനെ വരിക ഹെർ ഓൺ. ക്ലിയർ. അപ്പൊ നോക്കൂ ഗ്രറ്റ റിപ്ലൈഡ് ദാറ്റ് അല്ലെ ഗ്രറ്റ പറ റിപ്ലൈഡ് ദാറ്റ് എങ്ങനെ റിപ്ലൈ ചെയ്തത് പറ ദാറ്റ് എന്താ പറഞ്ഞത് അപ്പൊ ദാറ്റ് വെക്കാൻ നമ്മൾ പഠിച്ചുട്ടോ ഐ എന്തായി മാറി പറ ഷീ അല്ലെ വാണ്ട് എന്തായി മാറും പറ വാണ്ടഡ് അപ്പൊ പറ ഷീ വാണ്ടഡ് ബാക്കിയുള്ള ഒക്കെ എഴുതി കൊടുക്കണം നിങ്ങൾ എക്സാമിന് എഴുതുമ്പോ ഷീ വാണ്ടഡ് പീച്ചസ് പിയേഴ്സ് ആൻഡ് പിന്നെ ആർട്ടിച്ചോക്സ് എന്നുള്ള സാധനം എഴുതി കൊടുക്കുക അപ്പൊ എഗെയിൻ പറ എഗെയിൻ ഇട്ടോ എഗെയിൻ ഫാദർ ആസ്ക്ഡ് അല്ലേ എഗെയിൻ ഫാദർ ആസ്ക്ഡ് എഗെയിൻ ഫാദർ പറ ആസ്ക്ഡ് എഫ് പറഞ്ഞാൽ ഫാദർ ആട്ടോ ഫാദർ ആസ്ക്ഡ് എന്താ ചോദിച്ചത് ഡു യു വാണ്ട് ദം ഇൻ ദ ഹൗസ് വിത്ത് വോൾ ഇൻ ദ കിച്ചൺ എന്നല്ലേ അപ്പൊ നോക്കൂ എസ് ഓറിന്റെ ക്വസ്റ്റ്യൻ അപ്പൊ എന്തൊക്കെ പറ ഈഫ് വെക്കുന്നു യു അങ്ങോട്ടും പറ ഡു ഇങ്ങോട്ടും അപ്പൊ പറ എഗെയിൻ ഹി ആസ്ക്ഡ് പറ ഈഫ് യു എന്തായി മാറും പറ ഷീ അല്ലെ ഡു എന്തായി മാറും പറ ഡിഡ് പ്ലസ് വാണ്ട് എന്താണ് പറ ഇഫ് ഷീ വാണ്ടഡ് പറ ഇഫ് ഷീ വാണ്ടഡ് ദം അല്ലെ ദെൻ ബാക്കിയുള്ള സാധനം അതേമാതിരി എഴുതി വെക്കുക അല്ലേ അപ്പൊ നോക്കിക്കോളൂ അപ്പൊ ഗ്രറ്റ റിപ്ലൈഡ് എങ്ങനെ ഗ്രറ്റ പറയുന്ന പറ ഗ്രറ്റ റിപ്ലൈഡ് എങ്ങനെയാണ് പോസിറ്റീവ്ലി എസ് എന്നുള്ളതിന് പറ പോസിറ്റീവ്ലി ദാറ്റ് എന്താണ് ബട്ട് അല്ലെ ബട്ട് അല്ലെ ബട്ട് പോസിറ്റീവ് ആൻഡ് ആഡഡ് പോസിറ്റീവ്ലി എങ്ങനെ പറ ഗ്രറ്റ റിപ്ലൈഡ് പോസിറ്റീവ്ലി ആൻഡ് യെസ് ബട്ട് അല്ലേ ആൻഡ് ആസ്ക്ഡ് അല്ലേ ആൻഡ് ആസ്ക്ഡ് എന്നിട്ട് ചോദിച്ചു എന്താ ചോദിച്ചത് പറ ആൻഡ് ആസ്ക്ഡ് എന്താണ് വൈ ആർ യു റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ അല്ലേ അപ്പൊ വൈ എന്ത് ചെയ്യാ അവിടെ വെക്ക പിന്നെ യു ഇങ്ങോട്ട് കൊണ്ടുവരിക ആർ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ ആസ്ക്ഡ് എന്താന്ന് ചോദിച്ചേ പറ അഗെയിൻ ഈ ആസ്ക്ഡ് ബട്ട് വൈ ഈ യു എന്നുള്ള സാധനം എന്താണ് ഫാദർ അല്ലേ അപ്പൊ യു എന്തായി മാറും പറ വൈ ഹി അല്ലേ ദെൻ ആർ എന്തായി മാറും വേറാവും പക്ഷെ ഹി ഒരാളാകുമ്പോ പറ വൈ ഹി വാസ് റൈറ്റിംഗ് ഓൾ അല്ലെ റൈറ്റിംഗ് ഓൾ ദാറ്റ് എവിടെ ഓൾ ദാറ്റ് ഡൗൺ അല്ലെ ഓൾ ദാറ്റ് ഡൗൺ റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ ദാറ്റ് പ്രത്യേകിച്ച് ഒന്നും മാറില്ല ദാറ്റ് ഡൗൺ ട്ടോ ക്ലിയർ ദാറ്റ്സ് ഓൾ ക്ലിയർ ഞാനിവിടെ എഴുതി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഞാൻ ഇവിടെ ഓരോന്ന് പറഞ്ഞ് എഴുതേണ്ടത് അപ്പൊ എന്റെ പറച്ചിൽ നിങ്ങൾ കേൾക്കണം ഈ നോട്ട് മാത്രം നോക്കില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നോക്കൂ ഒരു ചോദ്യം കൂടെ നോക്കാം ഗുപ്ത ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദർ അനക്കറിയോ അവിടെ നിൽക്കുന്ന സ്ത്രീ ഏതാ അപ്പൊ വെയിട്രസ് നോ എനിക്കറിയില്ല സർ ഐ ഡോണ്ട് നോ ഹർ ടു സ്പീക്ക് ഐ ഹാവ് നോട്ടീസ്ഡ് ഷി ഹാസ് ലഞ്ച് ഓൺ സാറ്റർഡേസ് ഹിയർ ഗുപ്ത ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ waitress I never see her on other days അപ്പൊ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ ഗുപ്തന്റെ ചോദ്യമാണല്ലോ അപ്പൊ ഗുപ്ത ആസ്ക്ഡ് ആരോടാണ് പറ ഗുപ്ത ആസ്ക്ഡ് വെയിട്രസ് ആട്ടോ വെയിട്രസ് പെണ്ണാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഡു യു നോ എന്നുള്ളതല്ലേ അപ്പൊ എന്താ പറ ഈഫ് വെക്കും അപ്പൊ ഈഫ് അല്ലെ യു എന്തായി മാറും ഷീ ഇഫ് ഷീ ഡു എന്തായി മാറും പറ ഡിഡ് പ്ലസ് നോ എന്താണ് പറ ന്യൂ അല്ലെ ഇഫ് ഷീ ന്യൂ ദ ഗേൾ ഹൂ അല്ലെ ഇഫ് ഷീ ന്യൂ ദ ഗേൾ ഹൂ ബാക്കി പറ ഹൂ ഈ വാസ് എന്തായി മാറും പറ ഹാഡ് ബീൻ ഇല്ലേ ഹു ഹാഡ് ബീൻ അല്ലെ വാസ് വേറെ എന്തായി മാറും പറ ഹാഡ് ബീൻ ഹു ഹാഡ് ബീൻ സിറ്റിംഗ് ഓവർ ദർ അല്ലെ സിറ്റിംഗ് ഓവർ ദർ ഹു ഹാഡ് ബീൻ ഉണ്ട് കേട്ടോ സിറ്റിംഗ് ഓവർ ദർ അത് അതുപോലെ തന്നെ എഴുതിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചു കേട്ടോ അപ്പൊ വെയിട്രസ് റിപ്ലൈഡ് പറ വെയിട്രസ് റിപ്ലൈഡ് എങ്ങനെയാണ് നെഗറ്റീവ്ലി അല്ലെ എങ്ങനെ പറയാ വെയിട്രസ് റിപ്ലൈഡ് നെഗറ്റീവ്ലി ദാറ്റ് എന്താ പറഞ്ഞ പറ ഐ ഡോണ്ട് നോ അല്ലെ അപ്പൊ പറ ദാറ്റ് ഷീ ഡു എന്നുള്ള സാധനം എന്തായി മാറും പറ അല്ലെ ഷീ ഡു എന്താവും ഡിഡ് അപ്പൊ പറ ഷീ ഡിഡ് നോട്ട് നോ അങ്ങനെ പറയാ ഷീ ഡിഡിന്റ് നോ അല്ലെ അല്ലെങ്കിൽ ഷീ ഡിഡ് നോട്ട് നോ അല്ലെ എന്താണ് ഹർ അവളെ അറിയില്ല എന്തിന് ടു സ്പീക്ക് ഓഫ് സംസാരിക്കാൻ അവളെ കുറിച്ച് അറിയില്ല ബാക്കിയോ ഐ ഹാവ് നോട്ടീസ്ഡ് എങ്ങനെ പറയാ ഐ ഹാവ് എന്തായി മാറും പറ ഐ എന്തായി മാറും പറ ഷീ അഗെയിൻ ഷീ സെഡ് വീണ്ടും അവൾ പറഞ്ഞു പറ ഷീ ഹാവ് എന്തായി മാറും പറ ഷീ ഹാഡ് നോട്ടീസ്ഡ് അല്ലെ ഷീ ഹാഡ് നോട്ടീസ്ഡ് അല്ലെ ഐ ഹാവ് നോട്ടീസ്ഡ് എന്തായി മാറും പറ ഷീ ഹാഡ് നോട്ടീസ്ഡ് എന്താണ് ഷീ ഹാഡ് നോട്ടീസ്ഡ് ദാറ്റ് എന്താണ് നോട്ടീസ് ചെയ്തത് പറ ഷീ ഹാഡ് ലഞ്ച് പറ എങ്ങനെ പറഞ്ഞേ ഷീ ഹാസ് എന്തായി മാറും പറ ഹാഡ് അപ്പൊ ഷീ ഹാഡ് ലഞ്ച് പറ ഓൺ
സൺഡേസ്. സൺഡേസ് അല്ലല്ലോ പറ, സാറ്റർഡേസ് ആട്ടോ. ഓൺ സാറ്റർഡേസ്. ഹിയർ എന്തായി മാറും പറ, ദർ. ഹിയർ എന്തായി മാറും, ദർ. വെരി ഗുഡ്. എന്റെ സംസാരം എങ്ങനെ കേട്ടിന്റെ കൂടെ വാട്ടോ. അപ്പൊ നോക്കിക്കോ, ഗുപ്ത പിന്നെ ചോദിച്ചിക്കല്ലേ, അപ്പൊ ഗുപ്ത എഗെയിൻ ആസ്ക്ഡ്. എങ്ങനെ പറയാ, ഗുപ്ത എഗെയിൻ ആസ്ക്ഡ്, വീണ്ടും ചോദിച്ചു. എന്താണ് പറ, ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ, ഓള് വേറെ ദിവസം വരില്ലേ. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പറ എഗെയിൻ ആസ്ക്ഡ് ഈഫ്, അല്ലെ. ദെൻ ഷീ എന്നുള്ളത് അതേമാതിരി തന്നെ വെക്കുക, പ്രത്യേകിച്ച് ഒന്നും മാറ്റാല്ല. കാര്യം എന്താണ്, അത് ആരെ കുറിച്ചാണ് ചോദിക്കേണ്ടത്, പിന്നെ നമ്മളെ മറ്റേ മാഗിനെ കുറിച്ചാണല്ലോ ചോദിക്കേണ്ടത്. അപ്പൊ അഗെയിൻ ഷീ ആസ്ക്ഡ് പറ ഈഫ് മാഗി, അല്ലെ. ഈഫ് മാഗി എന്ന് പറഞ്ഞ പെണ്ണില്ലേ, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറ, ഈഫ് ഷീ, അല്ലെ. ഈഫ് ഷീ, ഈ ഷീ അതന്നെ വെച്ചാൽ വേട്ടോ. ഡസിൻ എന്തായി മാറും പറ, ഡിഡിന്റെ. ഡസ് എന്തായി മാറും പറ, ഡിഡ്. അപ്പൊ ഡിഡിന്റെ, ഈഫ് ഷീ ഡിഡിന്റെ, അല്ലെ. കം ഓൺ എനി അതർ ഡേ, അല്ലെ. കം ഓൺ എനി അതർ ഡേ, എനി അതർ ഡേ കേട്ടോ. എനി അതർ ഡേ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. വെയിറ്റസ്, അല്ലെ. അപ്പൊ അന്നേരം പറ വെയിട്രസ് റിപ്ലൈഡ്. എങ്ങനെ പറയാ, വെയിട്രസ് റിപ്ലൈഡ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. റിപ്ലൈഡ് സാധാരണ ഒരു സെന്റൻസ് ആയതുകൊണ്ട് റിപ്ലൈഡ് ദാറ്റ്. ക്ലിയർ, റിപ്ലൈഡ് ദാറ്റ്. ഐ എന്തായി മാറും പറ, ഷീ, അല്ലെ. ഷീ, അല്ലെ. നോക്കൂ, ഷീ നെവർ സീ, അല്ലെ. അപ്പൊ ഷീ നെവർ സോ, ഷീ നെവർ സീ എന്തായി മാറും പറ, സോ. അല്ലെങ്കിൽ ഷീ നെവർ സോ ഈസ് ഈക്വൽ ടു ഷീ ഡിഡ്ന്റ് സീ എന്ന് എഴുതിയാലും മതി കേട്ടോ. ഹെർ ഓൺ അതർ ഡേയ്സ്, ഷീ നെവർ സോ ഹെർ ഓൺ അതർ ഡേയ്സ്, ഓൺ അതർ ഡേയ്സ്. ക്ലിയർ, അതർ ഡേയ്സ്. ദാറ്റ് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് എന്താവുന്ന അറിയോ, ഒരു ഐഡിയ കിട്ടും. ഇത്ര എഴുതി വെക്കുന്ന സമയത്താണ് നമുക്ക് 4 മാർക്കും. ഇതൊക്കെ തന്നെയാണ് 6 മാർക്കിനൊക്കെ +1 ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇച്ചിരി ടഫ് ഉള്ളത് നിങ്ങളെ പഠിപ്പിച്ചത്. ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. താങ്ക് യു വെരി മച്ച്. പഠിക്കുക. വെൽ ഡൺ മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു. ബൈ.